ഹലോ, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നിവിടുത്തെ കാലാവസ്ഥ നല്ല മഴയാണ്, നല്ല മഴയും. അതുകൊണ്ട് എന്നാ പറയണ്ടേ, ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്ന് മഴ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ഗാർഡനിലെ ചെടികളെല്ലാം ഏകദേശം ഇവിടെ വിൻ്റർ തുടങ്ങിയപ്പോഴത്തേക്കും പൊഴിഞ്ഞു തുടങ്ങി. വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഉള്ളതെല്ലാം പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ കേട്ടോ. നമുക്ക് പുറത്തോട്ട് ഒട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്നാ പറയുക, എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കണ്ടോ, മിറ്റവും ബാക്കിയായിട്ടും എല്ലാം ഭയങ്കരമായിട്ട് നനഞ്ഞു കിടക്കും കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇതൊരു പനയാണ് അപ്പുറത്തെ വീട്ടിൽ, പക്ഷേ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ആ പന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ ബൈക്കായിട്ട് നല്ലൊരു മീൻകുളമുണ്ട്, പക്ഷേ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കട്ടെ, ഇറങ്ങി കാണിക്കാമോ നോക്കട്ടെ. മഴയാണെങ്കിലും കാണിക്കുന്നുണ്ടോ, ഒത്തിരി മീനുകളുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതെല്ലാം 10-40 വർഷം ജീവിക്കുന്ന മീനുകളാണ്. ഇപ്പം എല്ലാം ചെറുതാണ് കേട്ടോ. പിന്നെ രണ്ടെണ്ണം ഉള്ളു വലിയ മുഴുത്തത്. ഇപ്പം അനൂപിൻ്റെ പരിപാടിയാണ് ഈ പറഞ്ഞ എന്നാ പറയുന്നത്, ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള സെറ്റിങ്സും ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇതൊക്കെ കേട്ടോ. ഇത് 2 പ്ലാസ്റ്റിക് താമരയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കിളികളെയൊക്കെ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ കാണിച്ചതായിരുന്നു. അപ്പോൾ ആ കിളികളൊക്കെ നല്ല ശബ്ദങ്ങൾ, രാവിലെ നല്ല ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ പനയാണിത്. എന്ത് രസമുണ്ടല്ലേ. മിറ്റമൊക്കെ ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. ഇതുണ്ടോ, ഞാനും പിള്ളേരും കൂടെ വളരെ കഷ്ടപ്പെട്ടിട്ട ഒരു പൂക്കളമാണ് കേട്ടോ. വളരെ കഷ്ടപ്പെടാനെന്ന് പറഞ്ഞ് തമാശയ്ക്ക് പറഞ്ഞാണ്. പ്രത്യേകിച്ച് പൂക്കളൊന്നുമില്ല. ഈ മുറ്റത്ത് കിട്ടിയ നമ്മുടെ ഗാർഡനിൽ ഉണ്ടായ പൂക്കൾ വെച്ച് നമ്മളങ്ങോട്ട് ഒരു ഓണം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതൊന്നും പറിക്കാനൊന്നും പറ്റത്തില്ല. ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ ഇതിൻ്റെ സൈഡിലൊന്നും, ഇതിൻ്റെ അറ്റത്തൊന്നും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയല്ല. ഒരു ഡെക്കറേഷന് വേണ്ടി വെക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഇത് ഒടിച്ചെടുക്കാൻ പറ്റിയാലാത്ത പ്ലാസ്റ്റിക്കാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ അത് വലിച്ചു പറിക്കാൻ പോയില്ല. പിന്നെ ഉള്ള പൂക്കളം വെച്ചിട്ട് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇതുണ്ട്, ഇതിനകത്ത് നമ്മുടെ മറ്റേ സൺഫ്ലവറിൻ്റെ പ്ലാസ്റ്റിക് ഞാൻ വെച്ചിട്ടുണ്ട് 4 എണ്ണം. പിന്നെ ബാക്കിയെല്ലാം ഒറിജിനലാണ്. പിന്നെ ആ ബുഷ് കുറച്ച് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കിട്ടിയതൊക്കെ അങ്ങോട്ട് വെച്ച് നമ്മൾ ചെറിയ ഓണം. പിന്നെ ഏറ്റവും നല്ല പൂവെന്ന് പറയാൻ ആ നടുക്കത്തെ ഡാലിയ മാത്രമേ ഉള്ളൂ ഉണ്ടോ. ബാക്കിയെല്ലാം ഏകദേശം വിൻ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് പൊഴിഞ്ഞു തുടങ്ങി. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, കുറച്ച് പ്ലാസ്റ്റിക് ബട്ടർഫ്ലൈനെ. ഇതൊരു വെറൈറ്റി കേട്ടോ. ഞാൻ ഓണത്തിന് ഒരു വെറൈറ്റി ഓണം ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ഒരു ഓണപ്പൂക്കളാണ് നമ്മുടെ ഇന്നത്തെ. അപ്പം പ്ലാസ്റ്റിക് ബട്ടർഫ്ലൈ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് മേടിച്ചായിരുന്നു. ഇപ്പോൾ ഷെഡിൽ ബൈക്കാരിലുള്ള ഷെഡിൽ ഞാനിങ്ങനെ വെച്ചതാണ്. അതിപ്പം പറിച്ചുകൊണ്ട് വന്ന് ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ട്. പല കളറിലുള്ളതുണ്ട് അല്ലേ. അപ്പോൾ പല കളറിലുള്ളതുകൊണ്ട് നമുക്കൊരു വെറൈറ്റിയാണ്. പിന്നെ പിള്ളേർക്കൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ വെച്ചു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്നാ പറയുന്നത്, നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ബാല്യകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ഞാൻ ചെറുതായിരുന്നപ്പം എന്നാ പറയണ്ടേ, ഞാനും ചേച്ചിമാരും എല്ലാവരും കൂടി ഇങ്ങനെ പൂക്കളം ഇടുമായിരുന്നു കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ പൂക്കളം ഇടാറുണ്ടായിരുന്നു എനിക്കറിയാം. നമ്മൾ പിന്നെ അതുപോലെ പള്ളിയിലൊക്കെ ചെന്ന് പള്ളിയിലൊക്കെ ഭയങ്കര പരിപാടികളായിരുന്നു പണ്ടൊക്കെ. നമ്മൾ തോരണൊട്ടിക്കുന്നു, പൂക്കളിടുന്നു, പൂക്കള മത്സരം, പാട്ട്, പിന്നെ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ പള്ളിയിലുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാവരും ഇപ്പം ആ പ്രായക്കാരും എല്ലാവരും ഇപ്പം മറ്റ് രാജ്യങ്ങളിലേക്കും പഠിക്കാനും ജോലിക്കും എല്ലാം പോയതുകൊണ്ട് നമ്മുടെ ബാല്യത്തിൽ കിട്ടിയ ഒരു എന്നാ പറയണ്ടേ, ആ ഒരു സമയം നമുക്ക്
ഇപ്പം തിരിച്ചു കിട്ടത്തില്ല. അതുപോലെ എല്ലാവരും പോയതുകൊണ്ട് ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നാട്ടിലൊക്കെ. ഇപ്പം ഈ മൊബൈലും എല്ലാം വന്നതുകൊണ്ടുണ്ടല്ലോ, ആ പണ്ടത്തെ ഒരു 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 എന്നാ പറയണ്ടേ, ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്കിപ്പം നാട്ടിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്നാ പറയണ്ടേ, അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം കേട്ടോ. നിങ്ങൾക്ക് കിളികളുടെ സൗണ്ട് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ബാക്ക്യാർഡിൽ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടാണ് കിളികൾ. ഇന്ന് പുറത്തോട്ട് കൂട് ഇറക്കി വെക്കാൻ പറ്റത്തില്ല, കാരണം മഴയായതുകൊണ്ട് അതുങ്ങൾ നനയും. ഇതുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം. പിന്നെ നമുക്കൊരു ചെറിയൊരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും തനുവലിയുമീറൻ കാറ്റിൽ, ഇലയാടും മയിലാടും കുളിരുലാവും നാട്, നിറപൊലി കാമിന്നരിയ നീരിനാ നിരം ഇളയ നാടിതാ പാടാ കുട്ടനാടി നീളം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം.